നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? 6 മാസങ്ങൾക്ക് മുൻപ് തന്നെ BJP എത്ര സീറ്റ് നേടുമെന്ന് ചാനലുകൾ പ്രവചിച്ചു. അന്ന് തന്നെ 400 സീറ്റ് നേടുമെന്നൊരു മാധ്യമം പറഞ്ഞു. അതിനുശേഷം ആരും അറിയാതെ ഇലക്ഷൻ കമ്മീഷണറെ മാറ്റുന്നു. RSSൻ്റെ സന്തത സഹചാരിയായ ഒരാളെ ഇലക്ഷൻ കമ്മീഷനായി നിയമിക്കുന്നു. അതിനുശേഷം ഓരോ സംസ്ഥാനത്തും എത്ര സീറ്റുകൾ വേണമെന്ന് തീരുമാനിക്കുന്നു. BJPക്ക് ഒരു സ്വാധീനം ഇല്ലാത്ത സംസ്ഥാനങ്ങളെ ഒഴിവാക്കുന്നു. പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിട്ട് പോലും സ്ലിപ്പുകൾ എണ്ണാൻ സുപ്രീം കോടതി പോലും തയ്യാറാകുന്നില്ല. നമുക്ക് ഓർമ്മയുണ്ടാകും, മുമ്പ് സുപ്രീം കോടതിയിൽ റാഫേൽ ഇടപാടിനെതിരെ വിധി പറഞ്ഞ ജഡ്ജി പിന്നീട് BJPയുടെ MP ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. തെരഞ്ഞെടുപ്പിന് ശേഷം BJP അനുകൂല ചാനലുകൾക്ക് ഒരേ രീതിയിൽ റിസൾട്ട് വരുന്ന തരത്തിൽ എക്സിറ്റ് പോൾ ഫലം കൊടുക്കുന്നു. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ എക്സിറ്റ് ഫലങ്ങളും EVM ഫലങ്ങളും ഒന്നാകുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് എത്ര വോട്ടിംഗ് നടന്നതെന്ന് പോലും ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലഘട്ടത്തിൽ പോലും EDയുടെ ഏമാന്മാർക്ക് ഇത്ര സൗകര്യപ്രദമായി പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുവാൻ ധൈര്യം കിട്ടിയത് പോലും അടുത്ത ഭരണത്തിൽ BJP വരുമെന്ന് ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ്. സുപ്രീം കോടതിയെപ്പോലും വിലയ്ക്ക് വാങ്ങുന്ന തരത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം മാറുന്നുവെന്ന് പറഞ്ഞാൽ അതിശയപ്പെടണം. ഇപ്പോൾ കൊൽക്കത്തയിലെ വിരമിച്ച ഒരു ജഡ്ജി പരസ്യമായി പ്രഖ്യാപിച്ചു, ഞാൻ RSSകാരനും അതിൻ്റെ ആരാധകനുമാണെന്ന്. ഇതാണ് ഇന്ത്യയുടെ പുതിയ ജനാധിപത്യം. BJPയുടെ റാലികളിൽ UP പോലും ആളില്ലാതിരിക്കുന്നു. കസേരകൾ കാലി കിടക്കുന്നത് നമ്മൾ ലൈവായി കണ്ടതാണ്. അതേസമയം രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും അഖിലേഷ് യാദവിൻ്റെയും ഒക്കെ റാലികളിൽ ആളുകൾ തിങ്ങിക്കൂടുന്നു. എന്നിട്ട് UPയിൽ NDA മുന്നണി അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. ബംഗാളിലും മോദിയുടെ റാലിയിൽ പോലും ആളില്ല. എന്നിട്ട് ഭൂരിപക്ഷം സീറ്റും ബംഗാളിൽ BJPക്ക് എന്ന് പ്രവചിക്കുന്നു. ഏറ്റവും രസം കർണാടകയിലാണ്. അവിടുത്തെ ഇലക്ഷൻ ട്രെൻഡ് നോക്കിയാൽ 75% സീറ്റുകളും കോൺഗ്രസ് തന്നെ നേടണം. പക്ഷേ റിസൾട്ട് വരുമ്പോൾ NDAക്ക് ഭൂരിപക്ഷം കിട്ടുമത്രേ. രാജസ്ഥാനിൽ BJPക്ക് നേതാക്കളെ പ്രചാരണത്തിന് പോലും അവിടുത്തെ കർഷകർ സമ്മതിച്ചിട്ടില്ല. എന്നാൽ അവിടെയും കിട്ടും BJPക്ക് സീറ്റ്. മുൻ ധാരണ പ്രകാരം BJPക്ക് അനുകൂലമായി എല്ലാ എക്സിറ്റ് പോളും ഒരേപോലെ പറയുന്നു. കാരണം പ്രതിപക്ഷ കക്ഷികൾ വോട്ടിംഗ് മെഷീൻ തിരിമറി ആരോപിക്കുമ്പോൾ എല്ലാ എക്സിറ്റ് പോളും ജനങ്ങൾക്ക് അവർ കണ്ടതല്ലേ എന്ന് BJP പറയുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യപാദം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ മുന്നണി രാജ്യത്ത് നിർണായക ശക്തിയാണെന്ന പ്രതീതി ഉണ്ടാക്കിയിരിക്കുന്നു BJP. അവസാന ഘട്ടമായപ്പോഴേക്കും BJPയുടെ എല്ലാ വർഗീയ പോളറൈസേഷനെയും അതിജീവിച്ച് പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിൽ പോയി ഏകദേശം വിജയം ഉറപ്പിച്ച രീതിയിലായിരുന്നു രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. പക്ഷേ അതിന് ബദലായി കരുക്കൾ നീക്കിയ BJP അവരുടെ ആത്മവിശ്വാസം സാധാരണ വോട്ടർമാരിലേക്ക് പകരുകയാണ് പെയ്ഡ് എക്സിറ്റ് പോളുകളിലൂടെ ചെയ്തത്. അടുത്ത സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടികളെക്കുറിച്ച് ആലോചിക്കാൻ BJP നേതാക്കൾ ഇന്നലെ യോഗം ചേർന്ന വാർത്തയും ഇതോടൊപ്പം കൂട്ടി വായിക്കണം.